ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ലെങ്കിൽ തന്നെ ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? എനിക്കറിയില്ല. അമ്മ എന്നെ നേരിട്ട് പോയി ചോദിക്ക്. അവിടെ ഏതായാലും പപ്പായ അരിഞ്ഞോണ്ടിരിപ്പുണ്ട്. ഇത് കഴിക്കുമ്പോ അകത്ത് കിടക്കുന്ന കുഞ്ഞ് ഇല്ലാണ്ടാവുന്ന വല്യേച്ചി കരുതിയിരിക്കുന്നെ. ഇവളിത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? എവിടെ അവള്? അതിനെ ഇവരെ കൊണ്ട് സാധിക്കുന്ന ഞാൻ ചോദിക്കുന്നേ. അവനെ പോയിട്ട് വരട്ടെ. പറഞ്ഞു വിടുന്നത് സത്യഭാമയാ. ഹൈദ്രോസ് എന്തു മറുപടിയാ പറയുന്നതെന്ന് നോക്കാമല്ലോ. എടാ, മുതലും പലിശയും വാങ്ങണം. അവനെ പോലൊരു കസ്റ്റമർ നമുക്കിനി വേണ്ട. പണവും വാങ്ങി പോരുമ്പോഴേ ഇനി പണവും ചോദിച്ച് ഈ വഴിക്ക് വരരുതെന്നും കൂടി പറഞ്ഞേക്കണം. തിരിച്ചു തരാൻ മടിയുള്ള ഒരാൾക്ക് നമ്മൾ ഇനി പണം കൊടുക്കുന്നില്ല. ശരി, നീ പോയിട്ട് വാ. ഭാമേ, വിഷ്ണുവായിട്ടൊന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. ആ, ഈ ഹൈദ്രോസിനെ എനിക്കറിയാവുന്ന ഞാനീ പറയുന്നേ. വിഷ്ണുവിനെ അറിയിക്കണ്ട. വിഷ്ണുവിനെ ഇനി എങ്ങോട്ടും അയക്കുന്നുമില്ല. പണത്തിന്റെ എല്ലാ ഇടപാടും ഞാൻ ഇനി നേരിട്ടാ ചെയ്യുന്നത്. സത്യമേ, സത്യമേ, ശാലിന് കുഞ്ഞിന് വെടിയേറ്റെന്ന്. അയ്യോ, വെടിയേറ്റുന്നോ? ആ, എങ്ങനെ? ഏതോ സ്ഥലം ഒഴിപ്പിക്കാൻ പോയ സ്ഥലത്ത് വെച്ചാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നാ അറിയാൻ കഴിഞ്ഞത്. കുഴപ്പമെന്തെങ്കിലും? ഒന്നും അറിയില്ല സാറേ. രാഘവേട്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോണം. രോഹിത്, നീ വണ്ടി എടുക്ക്. ചെല്ല്. വരും സാറേ. ഈശ്വര, ആപത്തൊന്നും വരുത്തരുതേ. അതെ മാഷേ, ഇങ്ങോട്ടൊന്ന് നോക്കി. രശ്മി, അല്ല, എനിക്കെന്താ പറ്റിയ? ഞാനിത് എവിടെയായിരുന്നു? അല്ല, എന്റെ ജീപ്പ് എവിടെ? തന്റെ ജീപ്പൊക്കെ ഇതാ അവിടെ കിടപ്പുണ്ട്. അല്ല, തനിക്ക് എന്താ പറ്റിയേ? എന്താന്നറിയില്ല, പെട്ടെന്ന് തലയ്ക്കൊരു വേദന പോലെ തോന്നി. അപ്പൊ പെട്ടെന്ന് കണ്ണുകൾക്ക് കാഴ്ച പോകുന്ന പോലെ തോന്നി. എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമോ? അതെ വിഷ്ണു, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? ഏയ്, ഹോസ്പിറ്റലൊന്നും പോണ്ട. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കേ. പക്ഷേ താൻ ആ വന്ന വരവ്, വണ്ടി വന്ന് മുട്ടുന്നത് തന്നെ ഭാഗ്യം. ആ രീതിയിലുള്ള വരവായിരുന്നു നടു റോഡിലൂടെ. ഞാൻ പോട്ടെ. ശാലിനി ഹോസ്പിറ്റലാ, എനിക്ക് അവിടെ എത്തേണ്ടതുണ്ട്. മനസ്സാകെ താളം തെറ്റിയിരിക്കുക.
അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എല്ലാം കൂടി ആയപ്പോൾ പിടിവിട്ടു പോയി. അതാവും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഞാൻ ഒന്ന് പോട്ടെ. ആ വിഷ്ണു, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യണോ? ജീപ്പ് പിന്നെ വന്നെടുത്താ പോരെ? ഇല്ലെങ്കിൽ ഞാൻ മുകുന്ദനെ കൊണ്ട് വീട്ടിൽ കൊണ്ടിടിപ്പിക്കാം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തന്നെ ഓടിച്ചു പോയിക്കോളാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ശരി. എന്നാലേ ചെന്ന് കഴിഞ്ഞ് എന്നെ വിളിക്കണേ. ചേച്ചി, എന്തോ കുഴപ്പമുണ്ടല്ലോ. വിഷ്ണുവേട്ടൻ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടത് ശരിയായില്ല. പറഞ്ഞ കേക്കില്ല മുകുന്ദ. വിഷ്ണുവിന്റെ സ്വഭാവം പണ്ടേ ഇങ്ങനെയാ. എല്ലാം മാടിക്കൊഴിഞ്ഞിപ്പോ ഒരു പരുവായതാ തന്നിരിക്കുന്നത്. പരിചയമുള്ള പോലീസുകാരാകുമ്പോ രണ്ടടി കൂടുതൽ ഇടിക്കുമെന്ന് പറയുന്നത് ശരിയാ. യ്യോ. ഇനി ഈ പരിപാടി കാണിച്ച കാട മാറ്റേണ്ടി വരും. അമ്മേ, ആ ദാ കണ്ടില്ലേ, ആ ഗോപി ഇന്നലെ എടുത്തു തന്ന പച്ചക്കറികളാ. ഒരു വെണ്ടയ്ക്ക പോലും നല്ലതില്ല. അതെ, ഇതിൽ അമ്മ ഒരു പപ്പായ വാങ്ങിച്ചോണ്ട് വന്നില്ലായിരുന്നോ? മോര് കാച്ചണോന്നും പറഞ്ഞോണ്ട്. ആ അതെന്തിയേ? ഇതിൽ കാണുന്നില്ലല്ലോ. അമ്മേ, അത് വലിയേച്ചി എടുത്തിരിക്കുക. ഈ പച്ച പപ്പായ അവക്ക് എന്തിനാ? അത് പഴുത്ത് തിന്നാ പിന്നെയുണ്ട്. അയ്യോ, ഈ അമ്മയ്ക്കൊന്നും അറിയില്ലേ. അമ്മേ, പച്ച പപ്പായ തിന്നാൻ വലിയേച്ചി ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നു ആരൊക്കെയോ പറഞ്ഞ് വലിയേച്ചി ധരിപ്പിച്ചിരിക്കുക. വല്യച്ചിയുടെ ആഗ്രഹോ? പപ്പായ തിന്നോണ്ടുള്ള എന്താഗ്രഹം അവക്ക് നടത്താനുള്ളത്? അമ്മേ, ഓരോരുത്തര് പറയുന്നത് കേട്ട് കാണിക്കുന്നതാ. ഇത് കഴിച്ച വയറ്റിലുള്ളത് അലസി പോകുന്ന ആ നാണയട്ടത്തിയാ പറഞ്ഞു കൊടുത്തേ. വല്ലവരൊക്കെ പറയുന്ന കേട്ട് ഇവളെന്തിനിങ്ങനെ കാണിക്കാൻ പോകുന്നേ? പഴയ ആൾക്കാരെ പലതും പറയും. അതിനൊത്ത് തുള്ളാൻ നിന്നാലേ അതിനെ സമയം കാണും. അല്ലെങ്കിൽ തന്നെ ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? എനിക്കറിയില്ല. അമ്മ എന്നെ നേരിട്ട് പോയി ചോദിക്കേ. അവിടെ ഏതായാലും പപ്പായ അരിഞ്ഞോണ്ടിരിപ്പുണ്ട്. ഇത് കഴിക്കുമ്പോ അകത്ത് കിടക്കുന്ന കുഞ്ഞില്ലാണ്ടാവുന്ന വലിയേച്ചി കരുതിയിരിക്കുന്നെ. ഇവളിത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? എവിടെ അവള്? എന്താടി നീ കാണിക്കുന്നേ? നീ എന്തിനാ ഈ പച്ചപ്പപ്പായ അരിയുന്നേ? അരിയുന്ന എന്തിനാ? കഴിക്കാനായിട്ടാ. നിന്നോട് ആരാ പറഞ്ഞേ ഇത് കഴിച്ച വയറ്റിനകത്ത് കിടക്കുന്ന കൊച്ചു ചാവൂന്ന്? എനിക്ക് ഈ കൊച്ചിനെ വേണ്ട. അതുകൊണ്ട് ഇത് ജനിക്കാതിരിക്കാനുള്ള പണികളൊക്കെ ഞാൻ നോക്കും.